നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്വാലൻറ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ആ പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതായത് 3 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് ഉള്ളതാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ്റെ ഏകദേശം ഒരു പ്രൊഫോമയാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം എങ്ങനെയാണ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡൊക്കെ നമ്മൾ സെപ്പറേറ്റ് അതിൽ കാണിക്കണം എന്ന് പറഞ്ഞു. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാണ്ട്. അതിലൊന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ ഒരു പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ എന്തുണ്ടാകും? റോ മെറ്റീരിയൽസ് ഉണ്ടാവും. ആ റോ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളിവിടെ ഇൻപുട്ട് എന്നുള്ള ഈ ഒരു കോളത്തിൽ, അതായത് ഫസ്റ്റ് വരുന്നത് ഇൻപുട്ടാണ്. ഇൻപുട്ട് എന്നുള്ള ഈ ഒരു കോളത്തിൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ റോ മെറ്റീരിയൽസിനെ കാണിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ എപ്പോഴും യൂണിറ്റ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു യൂണിറ്റ്സ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇനി സെക്കൻഡ് പ്രോസസ്സ്, തേർഡ് പ്രോസസ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് എന്തെങ്കിലും അൺഫിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് പ്രോസസ്സിൽ ഓപ്പണിംഗ്, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുക, അല്ലേ? ബാക്കിയുള്ള എന്തെങ്കിലും ഇല്ലെങ്കിൽ അതും നമ്മൾ റോ മെറ്റീരിയൽസ് ആണ്. അത് ശരിക്കും ഓപ്പണിംഗ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് അതും കാണിക്കും. അതുണ്ടെങ്കിൽ മാത്രം അത് കാണിക്കും. ഇത്രയാണ് നമ്മൾ ഇൻപുട്ട് കോളത്തിൽ വരുന്നത്. ഇനി ഔട്ട്പുട്ട് കോളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്, അതായത് മുഴുവനായിട്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ഭാഗം അവിടെ ബാക്കി ഉണ്ടാകും, അല്ലേ? അപ്പോൾ അങ്ങനെ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഔട്ട്പുട്ട് കോളത്തിലാണ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഉണ്ടാവുക. എന്തായാലും കുറച്ച് ഭാഗമെങ്കിലും കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഉണ്ടാകും. ഇനി അതിൽ തന്നെയാണ് നമ്മൾ ഇതിൽ തന്നെ ഈ കംപ്ലീറ്റ് ചെയ്തതിൽ ചിലപ്പോൾ നോർമൽ ലോസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ഉണ്ടാകാം. ഇനി ബാക്കി എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലോസിംഗ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഇത്രയാണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് യൂണിറ്റ്സ് ആ ഒരു കോളത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനെ പറ്റി പറയുന്ന സമയത്തും അതിൻ്റെ സ്റ്റെപ്സ് പറയുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ് തന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ ഒന്നിൻ്റെയും, അതായത് മെറ്റീരിയൽ ആയാലും ലേബർ ആയാലും ഓവർ ഹെഡ് ആയാലും സെപ്പറേറ്റ് കാണിക്കണം എന്ന് പറഞ്ഞു. ഈ സെപ്പറേറ്റ് കാണിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ കൂടുതലും അത് പെർസെൻറ്റേജ് രൂപത്തിലൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പെർസെൻറ്റേജ് കോളം വരുന്നുണ്ട്. അതിനെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടേണ്ടത് യൂണിറ്റ് കോളാണ്. അപ്പോൾ ആ ഒരു യൂണിറ്റ് കോളും, അതായത് പെർസെൻറ്റേജും യൂണിറ്റ് കോളംസും ഉണ്ട്. ഇങ്ങനെയാണ് അതിനൊരു പ്രൊഫോമ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയാണ്. ഇനി അതിലൊരു പ്രോബ്ലം നോക്കുന്ന സമയത്ത് ഡ്യൂറിങ് ജൂൺ 2019 ഇൻ എ പ്രോസസ് 2000 യൂണിറ്റ്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2000 യൂണിറ്റ്സ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് 460 യൂണിറ്റ്സ് റിമൈൻ ആസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് ഇവിടെ എത്ര ഉണ്ട്? 460 യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ 75%, ലേബർ 50% കംപ്ലീറ്റ് ആണ്, ഓവർ ഹെഡ് 50% കംപ്ലീറ്റ് ആണ്. ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ മെറ്റീരിയൽ 75%, ലേബർ 50%, ഓവർ ഹെഡ് 50% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എഫക്റ്റീവ് പ്രൊഡക്ഷനാണ്. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? 2000 ആണ്. അപ്പോൾ നമ്മളുടെ ഇൻപുട്ടായിട്ട് വരുന്നത് 2000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2000 എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ്ഡിൽ കാണിച്ചു. ഇവിടെ എന്താ പറയുക, ഫസ്റ്റ് പ്രോസസ്സ് ആയതുകൊണ്ടായിരിക്കാം ഓപ്പണിംഗ്, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വേറെ പ്രോസസ്സിനൊന്നും ഇങ്ങോട്ടേക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് മാത്രം 2000 യൂണിറ്റ്സ് ഇൻപുട്ട് കോളത്തിൽ യൂണിറ്റ്സ് മാത്രം കാണിച്ചു. ഇനി ഔട്ട്പുട്ട് കോളത്തിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 460 ആണ്. അതായത് ഇൻട്രൊഡ്യൂസ്ഡ് റോ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2000 ആണ്. ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ബാക്കി വന്നത് 460 ആണ്. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ 2000-ൽ 460 ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള 1540 എന്തായിരിക്കണം? കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ആയിരിക്കണ്ടേ? അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 1540 എന്ന് പറയുന്ന ഈ ബാലൻസിങ് ഫിഗർ 2000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ 460 ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് ബാക്കിയുള്ള 1540 എന്ന് പറയുന്നത് അവിടെ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ആയിരിക്കണം.
അങ്ങനെ നമുക്ക് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് കിട്ടി. ഇത്രയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ കാണണം. അതായത് ഇൻകംപ്ലീറ്റ് യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റഡ് യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണല്ലോ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ്സ് എത്രയുണ്ട്, 100%ഉം കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത് 1540. അതിപ്പോൾ മെറ്റീരിയലിൻ്റെ കേസ് ആയിക്കോട്ടെ, ലേബറിൻ്റെ കേസ് ആയിക്കോട്ടെ, ഓവർഹെഡിൻ്റെ കേസ് നമ്മൾ സെപ്പറേറ്റ് എഴുതിയാലും നമുക്കിവിടെ 100% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഓരോന്നിൻ്റെ കേസിലും നമുക്ക് ഈ 1540 1540 ആണ്. അപ്പോൾ അത് 100% കംപ്ലീറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സിനെ അങ്ങനെ തന്നെ എഴുതും. ഇനി ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റഡ് ആണ്. ആ ഇൻകംപ്ലീറ്റഡിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതാണല്ലോ നമ്മൾ ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഈ 460 എന്ന് പറയുന്നത്. ഈ 460 എന്ന് പറയുന്ന ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്, അതായത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് പ്രകാരം എത്ര വരുന്നുണ്ട്, 75% മെറ്റീരിയൽ കംപ്ലീറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 460ൽ 75% എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആണ്, അതായത് 345 കംപ്ലീറ്റഡ് ആണ്. ഇനി ലേബറിൻ്റെ കേസ് ആണെങ്കിലോ 50% കംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 460ൽ 50% കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 230 കിട്ടും. അതുപോലെ തന്നെ ഓവർഹെഡ് ആണെങ്കിലും 50% കംപ്ലീറ്റഡ് ആണ്. അതായത് 460ൽ 50% കംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞാൽ 230 കിട്ടി. അപ്പോൾ ഇവിടെ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് 1540ഉം പിന്നെ അതിൽ ഇൻകംപ്ലീറ്റ് യൂണിറ്റിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത് 345. അതിപ്പോൾ മെറ്റീരിയലിൻ്റെ കേസിൽ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ നമുക്ക് ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ ഇൻ കേസ് ഓഫ് മെറ്റീരിയൽ എത്ര വരുന്നുണ്ട്, 1885 കിട്ടും. അതുപോലെ തന്നെ ലേബറിൻ്റെ കേസിൽ 1540 ആണ് കംപ്ലീറ്റഡ് യൂണിറ്റ്. നമ്മൾ ഇൻകംപ്ലീറ്റഡ് യൂണിറ്റിൽ നിന്ന് കംപ്ലീറ്റഡ് യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തത് 230 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ 1770 കിട്ടും. അതുപോലെ തന്നെയാണ് ഓവർഹെഡിലും കംപ്ലീറ്റഡും നമ്മൾ കൺവേർട്ട് ചെയ്ത യൂണിറ്റും കൂടി ആകുമ്പോൾ 1770 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്.